കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രചാരണമായിരുന്നു നവകേരള സദസ്സ്. കേരളത്തിലെ മുഴുവൻ ചാനലുകളും പത്രങ്ങളും സർക്കാരിനെതിരെ തുടർച്ചയായി വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നപ്പോൾ 36 ദിവസവും തങ്ങളുടെ അജണ്ടയുടെ കീഴിലേക്ക് മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും കൊണ്ടുവരാൻ CPM നടത്തിയ ഗംഭീര മൂവായിരുന്നു നവകേരള സദസ്സ്. പ്രതിസന്ധികളും എതിർപ്രചരണങ്ങളും കൊടുമ്പിരി കൊള്ളുമ്പോൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സർക്കാർ ഉള്ളതുകൊണ്ട് അത് സർക്കാരിൻ്റെ തന്നെ പരിപാടിയാക്കി മാറ്റുക, തങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് വിശദീകരിക്കുക, ഇതാണ് നവകേരള സദസ്സിലും കാണാനായത്. 136 നിയോജക മണ്ഡലങ്ങളിലുമായി ദശലക്ഷക്കണക്കിന് മനുഷ്യരോടാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും സംവദിച്ചത്. ഓരോ വേദികളിലും 10,000-കണക്കിന് മനുഷ്യർ പങ്കാളികളുമായിരുന്നു. പങ്കാളിത്തത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് പോലും ഒരു സംശയവും ഉന്നയിക്കാനില്ല. ഓട്ടോറിക്ഷ തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും മുതൽ വൻ വ്യവസായികളും പ്രൊഫഷണൽസും വരെ പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും സംവദിച്ചു. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണ ആഹ്വാനം തള്ളിക്കളഞ്ഞ് ലീഗ്, കോൺഗ്രസ് നേതാക്കൾ പോലും പങ്കെടുക്കുന്നത് നമുക്ക് കാണാനായി.